പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിച്ച് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ ക്യാമ്പിൽ പോവാണ്. അപ്പം രാവിലെ പൊളിച്ചായിട്ടുണ്ട്. ഞാൻ ഇറങ്ങുമ്പം തന്നെ നല്ല തണുപ്പാണ് ഗൈസ്. എനിക്ക് നല്ല തണുപ്പാണ് ഡ്രസ്സുണ്ട്. ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ കുറേ കാലത്തെ ഒരു യാത്രാ പ്ലാൻ ആയിരുന്നു യാമ്പു. അവിടെ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തവരെ മുതൽ നമ്മൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഇപ്പോഴാണ് അതിനൊരവസരം കിട്ടിയത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ഇവർ തല്ലുവിടാൻ വേണ്ടിയിട്ട് പോയതാണോ എന്ന്. 4 മണിക്കൂറുള്ള യാത്ര അല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തിക്കിട്ടണ്ടേ. അപ്പോൾ ഇതുപോലുള്ള പല അഭിപ്രായങ്ങളും ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ കാണും. അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട് പോണ വഴിക്ക്. പിന്നെ ഇന്ന് കാര്യമായിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അൽ ജാബിരിയ വാട്ടർ സ്പ്രിങ്സ് ആണ്. ഈ യാമ്പു അൽ നഖീലാണ് ഇതുള്ളത്. അപ്പോൾ ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം നമ്മൾ ജിദ്ദയിൽ ഇങ്ങോട്ട് മാറുമ്പോൾ തന്നെ ജിദ്ദൻ്റെ ആ ഒരു സിറ്റിൻ്റെ കാഴ്ച വേറെ തന്നെയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഭയങ്കര കുറവാണെന്ന്. ഏതായാലും ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പോണത് തന്നെ ഫാമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുളിയച്ചാലിടുന്ന സാധനം കുറേ പണ്ടത്തെ പഴയ വീടുകളൊക്കെ കാണുന്നത്. Head east. In 200 meters, turn left. അങ്ങനെ ഓള് നമ്മളെ കറക്റ്റ് പ്ലേസ് തന്നെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പോട്ട് വന്നിട്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് സേവ് ചെയ്ത് വെച്ചാണ് കേട്ടോ. നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും ആ ഒരു ഏരിയയിൽ എന്തൊക്കെ കാണാണ്ട് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് വെക്കുന്നത് ഈ യാത്ര പോകുന്നതിന് മുമ്പ് ഏറ്റവും നല്ലൊരു കാര്യം കേട്ടോ. പിന്നെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പള്ളിയും ഇതിനോട് ചേർന്ന ഒരു അടിപൊളി സ്വിമ്മിങ് പോണ്ടും ഉണ്ട്. ഒന്ന് നീന്തി കുളിക്കാൻ തന്നെയാണ് അധികം ആളും ഇവിടെ വരുന്നത്. ഒന്ന് വിളിച്ചാലോ? ഞാൻ മുരിങ്ങക്കായിൻ്റെ ഒരു ലോഡ് മുരിങ്ങക്കായി കഴിച്ചു. വെള്ളം ഇങ്ങനെ പോണ സംഭവം ഇപ്പുറത്തൂടെ പോയാൽ ഞാൻ വിചാരിക്കുന്ന മറ്റേ അതൊക്കെ എത്തുന്നത്. ഇത് പൊളിഞ്ഞു നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ അത്യാവശ്യം എല്ലാ കൃഷിയുടെ ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇതൊക്കെ എന്താണ് അത്തിപ്പഴല്ലത്? പച്ചയാണോ? ആ അതാ പൈത്ത ഒന്ന് കിട്ടി. അത്തിപ്പഴം കിട്ടി, പഴുത്ത അത്തിപ്പഴം കിട്ടി. കടി മൾബറി മൾബറി ഉണ്ടോ? എവിടെ ക്യാമറ? നല്ല പുളിയാ, പുളി പുളി. ഫുള്ള് നമ്മളെ തോട്ടിലേക്ക് പോണ പാസിങ് മാതിരി ഫുള്ള് പാലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഫുള്ള് അത്തിപ്പഴത്തിൻ്റെ കൃഷിയാണ് കേട്ടോ. ഫുള്ള് അത്തിപ്പഴമാണ്. വെള്ളമുണ്ടോ ഇതിൽ? ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ വന്നിട്ട് കിണർ കണ്ടു. ആ ഇത് ഉപയോഗിച്ചിട്ട് കോരുക. ആ ഇത് മോട്ടർ അത്. ആ ഇവിടെ ഫുള്ളായിട്ട് നനയ്ക്കുന്ന അതാ വലിയ പൈപ്പ് പോകണുണ്ട്. പക്ഷേ നാരങ്ങൻ്റെ തൈയാണ് കേട്ടോ. ഫുള്ള് ഇവിടെ പൂവിട്ട് ഇത് ആവശ്യം ഉണ്ടാവില്ലേ? പക്ഷെ അത് നാരങ്ങ തന്നെയാണോ? അല്ലല്ലോ.
എന്തപ്പായാണ് കാരണം അതാക്ക് വാടി വിൽക്കുന്നുണ്ട്. ആ വാടി വീണാലോ അപ്പൊ ഞാൻ പൊട്ടിച്ചതാ. ഓ ഗായ്സ് എന്തപ്പയും അതോ അത് വെള്ളം ഇട്ട് തിളപ്പിച്ച് കുടിച്ചാല് വാദം മറ്റു സാധനങ്ങളൊക്കെ പോകും. മല്ലിച്ചപ്പൊക്കെ ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു നല്ല വ്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഈ ഭാഗം ഒരു പറിച്ചു, ആ ഭാഗം പറിക്കാം. അതെ, അത് തൊയ്യുന്നുണ്ടായിന് വെയിലത്ത് വാടിയിട്ടേ. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് എന്തപ്പയാണ്. അതിൻ്റെ മുകളിൽ കയറി നല്ല വ്യൂ ഉണ്ട് കേട്ടോ. വെള്ളം ഈ കൃഷിയിടത്തിലേക്കുള്ള വെള്ളം അവിടുന്ന് പമ്പ് ചെയ്യാ. അതിൻ്റെ മുകളിലാണ് ഒരു വ്യൂ സെറ്റാക്കിയവാ. അവിടെ കയറി വെക്കാം. പക്ഷെ അവിടെ കയറി മൈ ഗോഡ്. ജർജറിന്റെ കൃഷി അതാണ്. സൈഡ് ഫുള്ള് നാരങ്ങന്റെ കൃഷിയാ. ഇതൊക്കെ നാരങ്ങേ. റോസാപ്പൂവാണ് ഗൈസ്. റോസാപ്പൂ നട്ടിട്ടൊക്കെ പൂവുണ്ടായിട്ടില്ല. ചോദിച്ചോ നല്ല മധുരമുണ്ട്. ഇവിടെ നടന്നുകൂടെ അങ്ങോട്ട് മുമ്പില്. ഇതാണ് എന്നോട് ഞാൻ എപ്പോഴും പറയാ. നോക്ക് മോനിക്ക ചെയ്യനോ നീ. അങ്ങനെ ഫുൾ ഓറഞ്ച് ഗൈസ്. ഫുൾ ഓറഞ്ച് വീണെടുക്കുക. പുലി വന്ന് കാക്കാപ്പുലി. ഫുള്ള് മുസംബി ആട്ടോ. നാരങ്ങയാണ്. മുസംബിയാ. നാരങ്ങ പറിച്ച് ഗൈസ്. തോട്ടത്തിൽ കയറി നാരങ്ങ പറിച്ച് തൊപ്പിയിലിട്ട് പോകണം. അതാ പഠിച്ചവനെ. തൊപ്പിയിട്ട് തലയിലും വെച്ച് പോണടേ. മുസംബിയാണ് എൻ്റെ കൈമുള്ളത്. പിന്നെ വന്ന് ബാഗിലിടുക ഇല്ല. പ്ലീസ് നടക്ക്. ഇവിടെ ഫുള്ള് ഓല കൃഷിയാണ്. ഒക്കെ തൊയ്ഞ്ഞു പോയിട്ട് നിലത്തുള്ളല്ലോ എടുക്കണ്ട. കൊട്ടക്ക് പകരം തൊപ്പിയാണ്. ഫുള്ളിതാ മുരിഞ്ഞക്കായും ഒക്കെ. അതിന് ഒരു മുരിഞ്ഞക്കായ് എന്തോരാളെ. पैसा मैं कभी नहीं पकड़ा. ये शुक्रिया बोली. ये यूट्यूब चैनल है. यूट्यूब चैनल है. क्या नाम है तुम्हारा? കിളികളോ വൈകളോ ഓരോരുത്തരുടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാഴ്ചകളും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.